Good morning. So, last ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്? അക്ഷര, ആകർഷ്, അഞ്ജിത, അനുജിത്ത്, അനുരാഗ്. പ്രിന്റ് റൈറ്റർ ക്ലാസ്. ഓക്കെ, സോ എന്താണ് പ്രിന്റ് റൈറ്റർ ക്ലാസ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് പ്രിന്റ് റൈറ്റർ ക്ലാസ്? The print writer class is used to write the data on console അല്ലേ? So, today we are going to discuss the object streams and serialization. So, in Java, ഒരു important feature ആണ് serialization, object serialization. That means നിങ്ങൾക്ക് അറിയാം എന്താ objects? Object is a real world entity. Okay, so suppose you want to transfer object from one system to another system. ഒബ്ജക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിനെ ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് then ഒരു ഫയൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, then ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ ദ പ്രോസസ്, ദ കൺവേർട്ടിംഗ് or the mechanism of writing the state of object into byte stream. ഒബ്ജക്റ്റിനെ ഒരു ബൈറ്റ് സ്ട്രീമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെക്കാനിസം ആണ് എന്ത്? സീരിയലൈസേഷൻ. Serialization in Java is a mechanism of writing the state of an object into a byte stream. Okay, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിനെ ഒരു ബൈറ്റ് സ്ട്രീമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. Then the reverse operation എന്താ? The reverse operation of serialization is known as deserialization. It's a deserialization where byte stream is converted into object. Okay, so ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സീരിയലൈസേഷൻ, ആൻഡ് ദ കൺവേർഷൻ ഓഫ് ബൈറ്റ് സ്ട്രീം ഇൻ ടു ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് deserialization. Okay, so here the most impressive is that the entire process is JVM is independent. Okay, JVM is independent, meaning an object can be serialized on one platform and
ഡീസീരിയലൈസ്ഡ് ഓൺ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. അതായത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ പെർട്ടിക്കുലർ ഓബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുന്നത്, ആൻഡ് ദ ഡീസീരിയലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും, വേറൊരു പ്ലാറ്റ്ഫോമിൽ വേറൊരു സിസ്റ്റത്തിനായിരിക്കും എന്ത് ഡീസീരിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യാനും ഡീസീരിയലൈസ് ചെയ്യാനും കുറച്ച് മെത്തേഡ്സ് വേണം. ഓക്കെ, സോ you can see that the write object, for the serialization we use the write object. അപ്പോൾ ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, റൈറ്റ് ഒബ്ജക്റ്റ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്. സോ ദ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സിലെ ഒരു മെത്തേഡാണ് എന്ത്, റൈറ്റ് ഒബ്ജക്റ്റ്. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സീരിയലൈസ് ചെയ്യുന്നത്. ഇനി ഡീസീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡാണ് റീഡ് ഒബ്ജക്റ്റ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ക്ലാസ്. ഓക്കെ, അപ്പോൾ സീരിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ടു ബൈറ്റ് സ്ട്രീം. ഫോർ സീരിയലൈസിംഗ് an object we use the method write object, and for deserialization we use the method read object. Okay, so see this figure. സോ നിങ്ങളുടെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്, റൈറ്റ്? സോ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് സീരിയലൈസേഷൻ. ദെൻ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ ഫയൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇതെന്ത് ചെയ്യും, ഡീസീരിയലൈസേഷൻ ചെയ്യുന്ന എന്തായിരിക്കും, ഈ സ്ട്രീം ഓഫ് ബൈറ്റ് അല്ലെ, സ്ട്രീം ഓഫ് ബൈറ്റിന് എന്ത് ചെയ്യും, ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ. ഈ കോൺസെപ്റ്റ് ഓക്കെ ആണോ, സീരിയലൈസേഷൻ? ഈ കോൺസെപ്റ്റ് ഓക്കെ ആണോ? വാട്ട് ഡു യു മീൻ ബൈ സീരിയലൈസേഷൻ? ഒന്ന് റിപ്ലൈ തന്നെ. ഫഹദ്, സദഫ്, ആൽബിൻ, അഞ്ജിത, അരുണിമ, ആഷ്ബിൻ. So what do you mean by serialization? Converting object into byte string. So ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ? റൈറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ ഡീസീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റീഡ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സീരിയലൈസബിൾ ഇന്റർഫേസ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സീരിയലൈസബിൾ എന്ന് പറഞ്ഞ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ ജാവ സീരിയലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ട്രാവൽ ഒബ്ജക്റ്റ് സ്റ്റേറ്റ്സ് ഓൺ നെറ്റ്വർക്ക്. അതായത് നമ്മൾ ഈ നെറ്റ്വർക്ക് ത്രൂ എന്താ, നമുക്ക് ഒബ്ജക്റ്റിനെ ട്രാവൽ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് ജാവ സീരിയലൈസേഷൻ. നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാനൊരു എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ മെത്തേഡ് ഏത് ക്ലാസ്സിലാണുള്ളത്, ഒബ്ജക്റ്റ്
ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ് ക്ലാസ് ഓഫ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്. ഓക്കെ, സോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് primitive data or Java object to a output stream. The data റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇനി ഡീസീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, റീഡ് ഒബ്ജക്റ്റ്, റൈറ്റ്? സോ റീഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഏത് ക്ലാസ്സിലാണുള്ളത്, ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, നമുക്ക് പ്രോഗ്രാം നോക്കാം എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ ഇവിടെ ഒരു ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം, പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്. ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം, ഒരു സീരിയലൈസബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ഈ സീരിയലൈസബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് java.io എന്ന് പറയുന്ന പാക്കേജിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഇമ്പോർട്ട് java.io.serializable. ഓക്കെ, ദെൻ ഒരു ക്ലാസ് ഇവിടെ റൈറ്റ് ചെയ്യുക, സ്റ്റുഡൻറ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് serializable. ഓക്കെ, ദെൻ സോ ഇൻസൈഡ് ദിസ് ക്ലാസ് 2 വേരിയബിൾ ഉണ്ട്, id ആൻഡ് നെയിം. ഇതായിരിക്കും ഈ പെർട്ടിക്കുലർ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ 2 വേരിയബിൾ. ഓക്കെ, അതായത് ഒബ്ജക്റ്റിന്റെ 2 സ്റ്റേറ്റ് ആണ് എന്ത്, id ആൻഡ് നെയിം. ഇനി എന്ത് ചെയ്യുന്നു, ഒരു കൺസ്ട്രക്ടറിനെ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, പബ്ലിക് സ്റ്റുഡൻറ് ഇന്റ് id കോമ സ്ട്രിംഗ് നെയിം, ദിസ് ഡോട്ട് id ഈക്വൽ ടു id, ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം. ഓക്കെ, ഇപ്പൊ ഈ ക്ലാസ്സിനെ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്, സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു ഒബ്ജക്റ്റ് എസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്താൽ അതിന് 2 സ്റ്റേറ്റ് എന്തൊക്കെയാണ്, id ആൻഡ് നെയിം. ഓക്കെ, സോ ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് എന്ത്, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി എങ്ങനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ് അനദർ ക്ലാസ് പെർസിസ്റ്റ്, ദെൻ മെയിൻ മെത്തേഡ് എഴുതുന്നു. ഈ ഒരു കോഡൊക്കെ എന്താ, സബ് എക്സെപ്ഷൻ ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ കോഡും എന്താ ട്രൈയുടെ ഇൻസൈഡ് ആണ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് വേണ്ടത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ്. സോ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ് ഓഫ് ഐഡിയും നെയിമും പാസ് ചെയ്യുന്നു. കാരണം അവിടെ എന്താ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ എന്തൊക്കെയുണ്ട്, id 211 ഉണ്ട്, നെയിം രവി. ഓക്കെ, ഇനി ഇതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ബൈറ്റിലേക്ക് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുന്നു. f.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫയൽ ഓപ്പറേഷൻ ആണ് ഇവിടെ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ക്ലാസ് റൈറ്റ് ചെയ്യും. നിങ്ങൾ ഫയൽ പഠിക്കുമ്പോൾ ഈ ക്ലാസ് നിങ്ങൾ പഠിക്കും. ഒരു ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ എന്താ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, f.txt എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ റൈറ്റ് ഒബ്ജക്റ്റ് ഏത് ക്ലാസ്സിലാണുള്ളത്, ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് വേണം, ഈ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വേണം, ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഒരു ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം. സോ ഇതിന്റെ കൺസ്ട്രക്ടർ ആയിട്ട്, അതായത് ഈ ഒരു പാരാമീറ്റർ ആയിട്ട് എന്ത് പാസ് ചെയ്യും, ഈ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങളുടെ ഒബ്ജക്റ്റിനെ റൈറ്റ് എന്താണ് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക.
അപ്പൊ എന്താ ഇതിന്റെ ഒബ്ജക്റ്റ്? ഓക്കെ, ഔട്ട് ഡോട്ട് റൈറ്റ് ഒബ്ജക്റ്റ് ഓഫ് സ്റ്റുഡൻറ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് എന്താ? S1. നമ്മളിവിടെ S1 റൈറ്റ് ചെയ്യും. അപ്പൊ എന്താ നിങ്ങളുടെ ഈ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്തുണ്ട്? 211 രവി. ഇതിനെന്ത് ചെയ്യും? ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ഈ ഫയലിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇപ്പൊ റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിനെന്ത് ചെയ്യും? നമ്മുടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആ ഫയലിലേക്ക് സ്റ്റോർ ചെയ്യും, റൈറ്റ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് വേണ്ടത് എന്താ? ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. എന്തിനാണ്? ടു റൈറ്റ് ദ കണ്ടന്റ്. ഇപ്പൊ ഏത് മെത്തേഡ്, ഏത് ക്ലാസ് യൂസ് ചെയ്യുന്നത്? ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് വേണം? ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിലെ മെത്തേഡ്, അല്ലെ റൈറ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യും? ഇതിനെ ഫ്ലഷ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിനെ ഒന്ന് ക്ലിയർ ചെയ്യും. എന്ത് ചെയ്യും? അതിനൊന്ന് ക്ലോസ് ചെയ്യാം. നമ്മളിത് യൂസ് ചെയ്തു, ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. ഔട്ട് ഡോട്ട് ക്ലോസ്. ഇനി ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. എന്ത് ചെയ്യും? ട്രൈൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു ക്യാച്ച് റൈറ്റ് ചെയ്യാം. ഇത്രയാണ്, ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു കോഡ് ബൈ ഹാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കും. ഇത് ക്ലിയർ ആണോ? ഈ പ്രോഗ്രാം ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ഓക്കെ? റിപ്ലൈ തന്നെ എല്ലാവരും. അതുൽ സെബാസ്റ്റ്യൻ, ഫാത്തിമ സുഹാറ, ഫാത്തിമത്തുൽ മിസ്ബ, ഷഹല, കാത്ത, ആകർഷ്, അനുരാഗ്, അരുണിമ, അക്ഷര. മക്കളെ ഓക്കെ ആണെങ്കിൽ റിപ്ലൈ തന്നെ. ഓക്കെ, സോ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ എന്താ ഒന്ന് പറഞ്ഞേ. വാട്ട് യു മീൻ ബൈ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ? What is the process of object serialization? കൺവേർഷൻ ആണ്. എന്തിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? കൺവേർഷൻ ഓഫ് ഒബ്ജക്റ്റ് ടു ബൈറ്റ് സ്ട്രീം. വെരി ഗുഡ്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? മെത്തേഡ് ഏത് ക്ലാസ്സിലെ മെത്തേഡാണ്? ഓക്കെ, വെരി ഗുഡ്. സോ ഒരു റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിച്ച് ക്ലാസ്സിലെ മെത്തേഡാണ്? ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, നെക്സ്റ്റ് ഡീസീരിയലൈസേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ ഡീസീരിയലൈസേഷൻ? എന്തായിരിക്കും ഡീസീരിയലൈസേഷൻ? സീരിയലൈസേഷൻ മീൻസ് കൺവേർഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ ടു ബൈറ്റ് സ്ട്രീം, റൈറ്റ്? ഇനി എന്തായിരിക്കും ഡീസീരിയലൈസേഷൻ? It's a conversion of byte stream to object.
സോ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും, ദെൻ മെയിൻ മെത്തേഡ്. സോ എന്ത് ചെയ്യും, പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൈയുടെ ഇൻസൈഡ് ആണ് റൈറ്റ് ചെയ്യുന്നത്. സ്ട്രീം ABC equal to new file input stream f.txt, then object input stream in equal to new object input stream of APC. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെയും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലാക്കിയിട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്യുന്നത്. നീ കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒബ്ജക്റ്റിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, f.txt എന്ന് പറയുന്ന ഫയലിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് എന്ത് ചെയ്യണം, ആ പെർട്ടിക്കുലർ ഫയലിൽ നിന്ന് ബൈറ്റ് സ്ട്രീമിനെ റീഡ് ചെയ്തിട്ട് ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് വേണം, ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫയൽ ഇൻപുട്ട് സ്ട്രീം. ഫയൽ ഇൻപുട്ട് സ്ട്രീം, സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് APC എന്നൊരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം f.txt. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഫയൽ അല്ലെ, ഒരു ഫയൽ അവിടെ ഓപ്പൺ ചെയ്യും. അതെന്താണ്, f.txt. എന്തിനാ, ടു റീഡ് ദ ഡാറ്റ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ബൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, യൂസിങ് റീഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, റൈറ്റ് അല്ലെ, റീഡ് ഒബ്ജക്റ്റ്. സോ ഈ റീഡ് ഒബ്ജക്റ്റ് എന്താ, ക്രിയേറ്റ് ചെയ്യുക എങ്ങനെ, ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം in equal to new object input stream, then ഈ ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്യാം. ഓക്കെ, ഇനി in ഡോട്ട് റീഡ് ഒബ്ജക്ട്സ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് in ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്, അപ്പൊ എന്ത് ചെയ്യും, അവിടെ നിന്ന് എന്ത് ചെയ്യും, ബൈറ്റിനെ റീഡ് ചെയ്യും അല്ലെ, ബൈറ്റ് സ്ട്രീം ഫയലിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് റീഡ് ചെയ്യും. ഇനി ഇതെന്ത് വേണം, ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതാം, ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്, അതായത് ആ ബൈറ്റ് സ്ട്രീമിന് അവിടെ റീഡ് ചെയ്തു, അതിനെ സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ബൈറ്റ് ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തത്. അപ്പൊ റീഡ് ചെയ്യുക, ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്, അതിനെന്ത് ചെയ്യണം, സ്റ്റുഡന്റ് ടൈപ്പ് ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിന്റെ ടൈപ്പ് എന്തായിരിക്കും, സ്റ്റുഡന്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പം റീഡ് ചെയ്യുക, അതായത് ഇൻ ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്. ഇപ്പൊ ഡാറ്റനെ എന്താണ് കൺവേർട്ട് ചെയ്യുക, കൺവേർട്ടഡ് ഇൻ ടു ഒബ്ജക്റ്റ്, അതിന്റെ ടൈപ്പ് എന്താ, സ്റ്റുഡന്റ്. ദെൻ അതിനൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ദെൻ അതിന്റെ ക്ലാസ്, അതിന്റെ ടൈപ്പ് എന്താ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, ഇനിയിപ്പോ എന്താ, ഈ എസ്സിൽ എന്തുണ്ട്, ഈ എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവാം, ID ഉണ്ട്, നെയിം ഉണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ ബൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തത്. ഇനി ജസ്റ്റ് പ്രിന്റ് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം s.id പ്ലസ് s.name. ഓക്കെ, ദെൻ ഒരു ഈ ഇൻപുട്ട് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് അവിടെ ക്ലോസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്യാച്ച് റൈറ്റ് ചെയ്യുക. ദെൻ ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട് ഇടുക, 211 രവി എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റ് S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്തൊക്കെയുണ്ട്, 211 രവി.
അതിനെയാണ് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. എന്ത് ചെയ്യും, ആ ഫയലിൽ അത് റീഡ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യും, ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ അത് സ്റ്റോർ ചെയ്യും. ഇനി s.id s.name പ്രിന്റ് ചെയ്യുന്നത് എന്നായിരിക്കും. ഇത് ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വാട്ട് യു മീൻ ബൈ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ ഓർ ഡീസീരിയലൈസേഷൻ. സീരിയലൈസ് ചെയ്യാനും ഡീസീരിയലൈസ് ചെയ്യാനും എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണോ ഈ ഒരു കോൺസെപ്റ്റ് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ? Is it okay? ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് തിയറി പാർട്ടായിട്ട് ചോദിക്കാം. എന്താണ് സീരിയലൈസേഷൻ ആൻഡ് വാട്ട് യു മീൻ ബൈ ഡീസീരിയലൈസേഷൻ? ഒരു എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ക്ലാസ് എഴുതുക, ഒരു ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസ് എന്താണെന്ന് എഴുതുക, ദെൻ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് ഫയൽസ്. ഓക്കെ, സോ വി നോ ദാറ്റ് നമ്മളൊക്കെ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഡാറ്റാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഒന്നുകിൽ എന്തായിരിക്കും, വേരിയബിൾ സ്റ്റോർ ചെയ്യും ഓർ അറേയിൽ സ്റ്റോർ ചെയ്യും. സോ ഇതെന്തായിരിക്കും, ടെമ്പററി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ നിങ്ങളെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വേരിയബിളിന്റെ സ്കോപ്പ് അവിടെ കഴിയുമ്പോൾ ഈ ഡാറ്റയൊക്കെ ലോസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡാറ്റ എന്ന് പറയുന്നത് ലോങ് ടേം റിറ്റൻഷൻ വേണം അല്ലെ. അതായത് അതിന്റെ ലോസ് ചെയ്യാത്ത എന്താണ് ലോങ് ടേമിൽ അതിനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഫയൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു അല്ലെ. ഫയൽസിലായിരിക്കും എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അതിന്റെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും ഈ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുക. നിങ്ങൾ ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യും, ഫയൽ സ്റ്റോർ ചെയ്യും. ഈ ഫയൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലായിരിക്കും ദിസ് ഫയൽ സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്തൊക്കെയാവാം? ഒന്നെങ്കിൽ ഹാർഡ് ഡിസ്ക് ആവാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ആവാം, ഫ്ലാഷ് ഡ്രൈവ് ആവാം, മാഗ്നറ്റിക് ടാബ്സ് ആവാം. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫയൽ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ ജാവയിൽ ഈ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ജാവയിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. എന്തിനാ? ഫോർ ക്രിയേറ്റിംഗ്, റീഡിങ്, അപ്ഡേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ഫയൽസ്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫയൽ എങ്ങനെ ഡാറ്റ റൈറ്റ് ചെയ്യാം, ആൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഫയലിന്റെ ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. So the first one, in Java, file എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ജാവയിൽ ഒരു പ്രീഡിഫൈൻഡ് ക്ലാസ് ആണ് ഫയൽ.
ആ ക്ലാസ് java.io പാക്കേജിൽ ഡിഫൈൻ ചെയ്തൊരു ക്ലാസ് ആണ്. ഓക്കെ, ഫയൽ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. അത് എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? java.io എന്ന് പറഞ്ഞ പാക്കേജിൽ. സോ ഈ ക്ലാസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് അലോസ് ടു വർക്ക് വിത്ത് ഫയൽസ്. ഓക്കെ, അതായത് ഫയലിലെ ഓപ്പറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താ ഈ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫയൽ ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? യു ഹാവ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ്, അല്ലെ? അപ്പൊ ഫയൽ ക്ലാസ്സിൽ കുറെ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡിനൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? യു ഹാവ് ടു ക്രിയേറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫയൽ .io.file. Okay, import java.io.file. ഇനി എന്ത് ചെയ്യും? ഈ ഫയൽ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ? ഫയൽ എന്ന് പറഞ്ഞ ക്ലാസ് നെയിം, ഒരു ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ഫയൽ ഓഫ് ഒരു ഫയൽ നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ഈ പെർട്ടിക്കുലർ ഫയലിൽ നിന്നായിരിക്കും നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യേണ്ടത്. ഇനി ഒരു പുതിയൊരു ഫയലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഹൗ ടു ക്രിയേറ്റ് എ ഫയൽ. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ. The first one, creation of a file. സോ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രിയേറ്റ് ന്യൂ ഫയൽ. സോ ഈ മെത്തേഡ് എവിടെയാണ്? ഫയൽ എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസൈഡ് ഉള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ റൈറ്റ് ചെയ്യുക ക്രിയേറ്റ് എ ഫയൽ. സോ ഇൻ ജാവ വി യൂസ് ദി ക്രിയേറ്റ് ന്യൂ ഫയൽ മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ് ന്യൂ ഫയൽ. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ബൂളിയൻ വാല്യൂ ആണ്. അതായത് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ട്രൂ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ അതായത് ആ പെർട്ടിക്കുലർ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഫയൽ ഫസ്റ്റ് എന്താണ്? ഫയലിനെ ഇമ്പോർട്ട് ചെയ്യാം. then ഒരു എക്സെപ്ഷൻ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇമ്പോർട്ട് java.io exception. then ഒരു ക്ലാസ് റൈറ്റ് ചെയ്യാം. then മെയിൻ മെത്തേഡ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ട്രൈന്റെ ഇൻസൈഡ് റൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? ഫസ്റ്റ് എന്ത് വേണം? ഫയൽ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് റൈറ്റ് ചെയ്യാം. അപ്പൊ ഫയൽ ഒരു ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ഫയൽ ഓഫ് ഫയൽ നെയിം ഡോട്ട് txt. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് പുതുതായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഫയൽ നെയിം ഡോട്ട് txt. ഇനി ഏതാ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഫയൽ ക്ലാസിന്റെ ഒബ്ജക്റ്റ്, അതായത് മൈ ഡോട്ട് ക്രിയേറ്റ് ഓഫ് ന്യൂ ഫയൽ എന്ത് ഒരു ഈഫിന്റെ ഇൻസൈഡ് ആണ് എഴുതുക. ഈഫ് മൈ obj ഡോട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ ഫയല് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ആ പെർട്ടിക്കുലർ ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഏത് ഫയലാണ്? ഫയൽ നെയിം. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. എന്താ? ജസ്റ്റ് ഫയൽ ക്രിയേറ്റഡ് എന്നിട്ട് പ്രിന്റ് ചെയ്യുക. then എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ആ ഫയലിന്റെ നെയിം കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞ ക്ലാസ്സിലെ വേറൊരു മെത്തേഡാണ് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പൊ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് നെയിം ഓഫ് ദി ഫയൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ മൈ
ഒബിജെ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട് വരാ? ഓക്കെ, ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യും, ദെൻ ആ ഫയലിന്റെ നെയിം അവിടെ പ്രിന്റ് ചെയ്യും. പിന്നെ സപ്പോസ് ഈ ഫയൽ നെയിം ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? എൽസ് പാർട്ടിൽ എന്ത് പ്രിന്റ് ചെയ്യും? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്നിട്ട് പ്രിന്റ് ചെയ്യും. ഇനി നിങ്ങളുടെ ട്രൈന് ഇവിടെ ക്ലോസ് ചെയ്യാം, ഒരു ക്യാച്ച് ബ്ലോക്ക് ഇവിടെ റൈറ്റ് ചെയ്യാം. നിങ്ങളിവിടെ വേണ്ട എന്താ? ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് വേണം? ഫയൽ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്താ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഫയൽ നെയിം ഡോട്ട് txt. ഇനി എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താ? ട്രൂ ആയിരിക്കും അല്ലെ, ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഓൾറെഡി ആ ഫയൽ അവിടെ എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഈഫിന്റെ ഇൻസൈഡ് ചെയ്താൽ ഈഫ് മൈ ഒബിജെ ഡോട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ, ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യേണ്ടത്? ജസ്റ്റ് പ്രിന്റ് ചെയ്യുക ഫയൽ ക്രിയേറ്റഡ് എന്നിട്ട് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഫയൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നെക്സ്റ്റ് ഇനി കുറച്ച് ഫയൽ ഓപ്പറേഷൻസ് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ ഇതുവരെ? സോ ഇവിടെ നമ്മൾ ഫയൽ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ഫയൽ ക്ലാസ്. ഓക്കെ, ഈ ഫയൽ ക്ലാസ് അല്ല, വേറെ കുറച്ച് ക്ലാസ് കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഫയൽ ക്ലാസ് ആണ്.